ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഗുഡ് നൈറ്റ്. വീട് ഹോം ടൂർ ഒന്ന് കണ്ടാലോ? അതായത് ഇപ്പോഴത്തെ നമ്മുടെ വീട് കേട്ടോ. ഒരു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മളിപ്പോൾ ഉള്ളത് പറക്കാട്ടിൽ, അതായത് മൂന്നാറിൽ പറക്കാട്ട് റിസോർട്ടിലാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ റൂം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കയറി വന്നോടനെ തന്നെ ഒരു ചെറിയൊരു കുഞ്ഞൊരു സിറ്റ് ഔട്ട് പോലൊരു ഏരിയ ഉണ്ട്. അതിൽ നമുക്ക് ഇവിടെ ഒരു ഇതിൽ വെള്ളം, കോഫി, ടീ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ, പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിനകത്ത് അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ഉണ്ട്, പിന്നെന്താണ് വെള്ളം കുടിക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതിലൊരു രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു 2 ബെഡ്റൂം വില്ലയാണ് കേട്ടോ അത്. ഈ ഒരു ഹാള് കാണുന്നുണ്ട്, അതിൽ സെറ്റി കാര്യങ്ങൾ, ടീ പോയി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഈ വശത്തിൽ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ റനക്കുട്ടിയും ഹീബയും ഒക്കെ കിടന്നിരുന്നത് ഇവിടെയാണ്. അതാണ് ഷോളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. നമ്മൾ വന്നിട്ട് ഷോളൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരുന്നു. പിന്നെ ഇവിടുന്ന് വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹാളൊക്കെ ഫുള്ളായിട്ട് വ്യൂ കിട്ടും കേട്ടോ. അങ്ങനെ ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ ഈ ഒരു സൈഡുള്ളത്. പിന്നെ നമുക്ക് ഷെൽഫ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇപ്പുറത്ത് TV ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. കമോൺ. സുഖമായിട്ടൊരു 3 പേർക്ക്, ഞാന്, ചുച്ചു, ഇക്ക, പിന്നെ ഇച്ചുലു ഒക്കെ കടന്നിരുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള വാഷ്റൂം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. രാത്രി കാലത്തൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. പക്ഷെ നമ്മൾ കാര്യമായിട്ടൊന്നും ഇരുന്നിട്ടില്ല. നമ്മൾ ഫുള്ളും അവിടെ സ്വിമ്മിംഗ് പൂളിലും ഒക്കെ സുഖമായിട്ട് കളിച്ച് നടക്കുന്നു. ആ വ്യൂ നോക്ക്. നമുക്ക് രാവിലെയും രാത്രിയും ബൊഫേ ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്കും ഈവനിങ്ങും നമുക്ക് സ്നാക്ക് റൂം സർവീസ് ഉണ്ട്. അങ്ങനെ ഇത് ആക്ച്വലി ഈവനിങ് ആണ്. ഈവനിങ്ങിലുള്ള സാധനങ്ങൾ റനക്കുട്ടി വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കും റനക്കുട്ടിക്കും ഹിബാക്കും കൂടെ ഷൂട്ടിന് പോകണമായിരുന്നു കേട്ടോ. പിന്നെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തലേ ദിവസത്തെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് ഡേത്തെ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് ഡേത്തെ ഞാൻ ഇതിന് ശേഷം കാണിക്കാം. കുറച്ചും കൂടി എനിക്ക് ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കൊന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. നമുക്ക് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ഫുഡൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നഗറ്റ്സും ഷെയ്ക്കും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഞാൻ എല്ലാറ്റിലും ഓരോന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മൾ വേഗം പോയിട്ടോ. ജ്യൂസൊന്നും കാര്യമായിട്ടൊന്നും കുടിക്കാനൊന്നും നിന്നില്ല. ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെയുള്ള നല്ല അടിപൊളി റൂംസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ വെയിലൊക്കെ പോണതിന് മുമ്പ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല സൺസ്ക്രീനും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ.
നമ്മുടെയൊക്കെയുള്ള ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതവും പിന്നെ ഇപ്പം എക്സ്ട്രീം ലെവൽ വെതർ കണ്ടീഷൻ ചേഞ്ച് ഒക്കെ ആകുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പിങ്ക് ഒരു പ്ലഷ് ആയിട്ടുള്ളൊരു സ്കിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു വെതർ കണ്ടീഷൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പല സിറംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിലൊക്കെ ഒരു കൂടുതലായിട്ട് ഈ എന്താ പറയുക കെമിക്കൽസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് സ്കിന്നിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കിട്ടിയ നല്ലൊരു സംഭവമാണ് മാമ എർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ എസൻസ് സീറോ ആണ് കേട്ടോ. ഇതിൽ വന്നിട്ട് ബീട്രൂട്ടും 1% ഹൈലൂറോണിക് ആസിഡും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. 92% നമ്മുടെ സ്കിന്നിനെ ഇത് ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്തുന്നുണ്ട്. നമ്മുടെ സ്കിന്ന് ഭയങ്കര ഈ ഡള്ളായിരിക്കാൻ കാരണം തന്നെ സ്കിന്ന് ഡീഹൈഡ്രേറ്റ് ആവുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം കിട്ടുന്നുണ്ട്. പോരാത്തിന് ഇത് മെയ്ഡ് സേഫ് ആണ്, നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ലൈറ്റ് വെയ്റ്റ് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കാണുമ്പോൾ നമുക്ക് സ്നെയിൽ മ്യൂസിൻ പോലെ തോന്നിയെങ്കിലും ഇത് പ്യുവർ വീഗൺ ആണ് കേട്ടോ. ഇതിലെ ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായി തന്നെ പിങ്ക് പ്ലഷ് ആക്കും. അതുപോലെ ഹൈലൂറോണിക് ആസിഡ് വന്നിട്ട് 92% ഇൻസ്റ്റൻ്റ് ആക്കി നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേഷൻ നൽകി നാച്ചുറൽ പിങ്ക് ഗ്ലോവും കൂടെ നൽകുന്നുണ്ട് കേട്ടോ. ഈ സിറത്തിൻ്റെ കൂടെ നമുക്ക് ഡബിൾ റിസൾട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഈ മാമാർത്തിൻ്റെ ബീട്രൂട്ടിൻ്റെ തന്നെ ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ ആണ്. ഇതിൽ ബീട്രൂട്ടും അതേപോലെ ഹൈലൂറോണിക് ആസിഡുമാണ് ഉള്ളത്. അതുപോലെ SPF 50 PA++++ പ്രൊട്ടക്ഷൻ കൂടെ നൽകുന്നുണ്ട് കേട്ടോ. ഇതും മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ഓയിൽ ഫ്രീ ആണ്, നോൺ സ്റ്റിക്കി ആണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റും കൂടിയാണ്. നമ്മൾ ഈ വെയിൽ ഇതൊക്കെ ഉള്ള സമയത്ത് പുറത്ത് പോകുമ്പോൾ ഇത് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷനായിട്ട് സ്കിന്ന് ഡള്ളാവുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് വൈറ്റ് കാസ്റ്റ് തീരെ. ഈ 2 പ്രൊഡക്റ്റ് നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, പർപ്പിൾ എല്ലാത്തിലും അവൈലബിൾ ആണ്. മാമാർത്തിൻ്റെ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ആപ്പിലും വെബ്സൈറ്റിലും വാങ്ങുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡായ സിലു 2024 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കിട്ടു കേട്ടോ. പിന്നെ ഇപ്പോൾ ഓൺലൈനും അതേപോലെ ഓഫ്ലൈൻ പ്രസൻസും കൂടി ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. മാമാർത്തിൻ്റെ ഒരു പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് 2025 ആവുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് നടണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റും ഒരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കാര്യത്തിലും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ആയ പോലെയാണ്. പിന്നെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കും, കയറി ചെക്ക് ചെയ്ത് നോക്കിട്ടാ. നല്ല വൈബായിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ബാക്കിൽ നല്ല കൂക്കലൊക്കെ കേൾക്കുന്നില്ലേ. നമ്മുടെ മക്കൾ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇവിടെയുള്ള ഈ ഒരു റൂം നോക്കാം കേട്ടോ. റൂമല്ല, ഫുൾ എന്താ പറയുക ഹൗസായിട്ട് തന്നെ ഉണ്ട്. അടിപൊളിയായിട്ടത് കാണിച്ചുതരാം. അപ്പോൾ ഇത് വന്നിട്ട് ഡബിൾ ബെഡ്റൂം ഉള്ള പൂൾ വില്ലയാണ്. അതായത് നമ്മൾ നിൽക്കുന്ന വില്ലൻ്റെ ഉള്ളിൽ തന്നെ പൂൾ ഉണ്ടാവും, 2 ബെഡ്റൂം ഉണ്ടാവും, 2 വാഷ്റൂം ഉണ്ടാവും. ഒരു വലിയൊരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ കയറി വന്ന ഉടനെ തന്നെ ഈ ഒരു ബെഡ്റൂമാണ്. ഇവിടെ വന്നിട്ട് നല്ലൊരു വാഷ്റൂം ഉണ്ട് കേട്ടോ. ഷവറൊക്കെ രസമുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് വീഴാൻ പോയതാണ്. അപ്പോൾ നല്ല ഹൈജീനിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാം കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ നല്ലൊരു കളർഫുൾ ആയിട്ടാണ് അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ടൈൽസും ഒക്കെ ആണെങ്കിലും ഒരു റോയൽ രാജകീയത ഇങ്ങനെ തുളുമ്പുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗം കൂടെ കാണാറ്. TV ഉണ്ട് കേട്ടോ. പിന്നെ വൈഫൈ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് സുഖമായിട്ട് TV കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യണം. വാർഡ്രോബ് സൈക്കിൾ. ഇതാണ് മക്കളെ. ഇത് രസമുള്ള സീനറീസ് ആണെന്ന് അറിയാം. എല്ലാ റൂമിലും ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ടീ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കാണാനും നല്ലൊരു മലനിരകളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത നെക്സ്റ്റ് പോർഷനിലേക്ക് പോട്ടാം. ഇനിയാണ് നമ്മുടെ ആ സർപ്രൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം. നമ്മുടെ വില്ലന്റെ ഉള്ളിൽ തന്നെ പൂളുണ്ട്. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് മാത്രം കുളിക്കാനും പിടിക്കാനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ദേ പൂളും. ഒരൊറ്റ ചാടാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഡ്രസ്സ് നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം വെറുതെ ഇരിക്കും. കുട്ടികളൊക്കെ കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് 2 പേർക്ക് അവിടെ നിന്ന് കുളി സീനും നോക്കിയിട്ടിരിക്കാം. അതിനുള്ള സെറ്റപ്പും കൂടി ഇവിടെ.
അപ്പൊ ഇവിടെ വാഷ്റൂം ഉണ്ട് കേട്ടോ, 2 ടോയ്ലറ്റും പിന്നെ വാഷ്റൂമും പിന്നെ സിങ്ക് സംഭവം, സിങ്ക് അല്ല സിങ്ക് തന്നെ, ഗോൾഡൻ ടോയ്ലറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. എവിടെയും നമുക്ക് ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷെൽഫുണ്ട്, പിന്നെ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം, ഷെൽഫ് കാര്യങ്ങൾ, കുറേ വെള്ളമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവന്നാൽ വിലപിടിപ്പുള്ള സാധനം വെക്കാൻ വേണ്ടിയിട്ട് ലോക്കറുണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഗുഡ് നൈറ്റ്. കുറച്ച് നേരം ഉറങ്ങിയിട്ട് അറിയോ, വയസ്സായ നദി കൂടെ നടന്നാലും ചെറിയ കുട്ടികൾ ഇതിൽ കൂടെ ഓടിച്ചു വരാനും. അതെ, ആനക്കുട്ടികള് നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത റൂം കാണാനായിട്ട് പോവാവേ. നല്ല രസമുണ്ട് ഇങ്ങനെ ഓരോ റൂം കയറി ഇറങ്ങുമ്പോ. വേഗം പോടോ. ഷൂ നശിപ്പിക്കരുത്. ഇപ്പൊ ഒന്ന് തള്ളി വിടറാ. വരൂ. ഇതാണ് നമ്മുടെ 180 ഡിഗ്രി വ്യൂ ഉള്ള ക്ലബ് സ്യൂട്ടാണ് കേട്ടോ. അതായത് 180 ഡിഗ്രി വ്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ചുമര് ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലേ ഇതുപോലത്തെ റൂമിൽ നമ്മൾ രാത്രിയൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ബാൽക്കണിയിലേക്ക് പോകട്ടോ. എങ്ങോട്ടേക്കാണ് പറയൂ? സ്ലൈഡിങ് ഡോർ ആണ്, സ്ലൈഡ് അവിടെ നിന്ന് തോന്നുന്നു. ഫുള്ള് സ്ലൈഡിങ് ആണ്. നമുക്ക് മൊത്തത്തിൽ സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. എന്തൊരു കാറ്റാണെന്ന് അറിയാം. ഇവിടുന്ന് ഈ സെൽഫീസ് ഒക്കെ എടുക്കാൻ, മിറർ സെൽഫി ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ള വ്യൂ, നല്ല വ്യൂ ഉണ്ട്. ബാക്കിൽ നിന്ന് ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഓ, അമ്മന്റെ ബാക്കിൽ ചായ, ചെടി ചെടി. ഇതെങ്ങനെ എന്റെ ഉള്ളിക്കൊക്കെ പോണ്? അറിഞ്ഞില്ലടാ. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അത് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അയ്യേ, ഫൗള്. അമ്മ ഫുൾ ഫൗൾ കളിയാണല്ലോ.
വേണ്ട 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 അവർ ചീത്ത പറയും. കുട്ടികൾക്ക് കളിക്കാൻ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഈ ഗുഹ പോലെയുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും അവരൊന്ന് കളിപ്പിക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഷൂട്ടും കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് എത്തിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. ഓരോരുത്തരായിട്ട് സ്റ്റാർട്ടേഴ്സാണ് ഫസ്റ്റ് കുറേശ്ശെയായിട്ട് നമ്മൾ കഴിച്ച് തുടങ്ങിയത്. എല്ലാം തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു ബിരിയാണി എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞങ്ങൾ പാലക്കാടുകാർക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടല്ലോ, അതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ റൺകുട്ടി ഏതൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് പേരൊന്നും ശരിക്കും പറഞ്ഞാൽ ഓർമ്മയുണ്ടായിരുന്നില്ല. എല്ലാം നല്ല അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് സിസ്ലർ ചിക്കൻ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. പിന്നെ കുറച്ച് മൊജിറ്റോസ് ഒക്കെ ഓർഡർ ചെയ്തു. പിന്നെ അതൊക്കെ കുടിച്ചു. അങ്ങനെ എല്ലാവരും ഇച്ചിലി ബേബി റൂമിൽ ഉറങ്ങായിരുന്നു കേട്ടോ. പിന്നെ ഇക്കയും കുട്ടീനെയും എടുത്തിട്ട് വന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇതേ ഫുഡൊക്കെ അടിച്ച് കുറച്ച് നേരം അങ്ങനെ എൻജോയ് ചെയ്തു. നല്ല വൈബാണ് കേട്ടോ. ഈ ഫുഡ് കഴിക്കുന്ന അവിടെ ഓപ്പൺ ഹാളാണ്. നമുക്ക് ഫുൾ ആ ഒരു വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. തൊട്ടടുത്തുള്ള ടീ എസ്റ്റേറ്റിൻ്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് ട്രക്കിങ്ങിനായിട്ട് പോവാണ്. ഇത് വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല, നല്ല കുത്തനെ ഇറക്കമുള്ള സംഭവമാണ്. അവരുടെ ജീപ്പ് വന്നിട്ടാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. ഇത് നല്ലോണം ഇറക്കത്തിൽ താഴ്ചയിലാണ് കേട്ടോ ഈ ഒരു സംഭവം. അത് അവരുടെ വണ്ടി തന്നെ വരും, നമ്മൾ എന്നിട്ട് കൊണ്ടുപോകൊക്കെ ചെയ്യും. അതുപോലെ തിരിച്ചും കൊണ്ടുപോകും. ഒരു ഈവനിങ് ടൈമിനാണ് കേട്ടോ അങ്ങനെ കൊണ്ടുപോകുന്നത്. ഇതെന്താ സംഭവം, പേരെന്താണ്? മിനി സ്ലിപ്പ് ലൈൻ. ഞാൻ പോണ്, ഇവന് ഇടാൻ പോണ്. എങ്ങനെ ഇടും, എങ്ങനെയാണോ? നമ്മളിങ്ങനെയൊന്നും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ടൂർ പോകാൻ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഫാമിലിയോടുള്ള ഇങ്ങനത്തെ യാത്രകൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഇങ്ങനെ മക്കളുടെ കൂടെ യാത്ര ചെയ്ത് കുറേ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളും ശരിക്കൊരു ആ ഒരു നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്കും കുട്ടിത്വത്തിലേക്കും ഒക്കെ തിരിച്ചു പോകുന്ന പോലെയുള്ളൊരു ഫീലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ യാത്ര ചെയ്യാനും ഒക്കെ. പക്ഷെ ലൈഫിൽ നമ്മളങ്ങനെ ചെയ്യാറൊന്നുമില്ല. എങ്കിലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ലൈഫിൽ നമ്മളതൊക്കെ മറന്നു പോകും. അങ്ങനെ കുറച്ച് എന്താ പറയുക, ലൈഫിൽ ഇങ്ങനെ എൻജോയ് ചെയ്യണം എന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യണം. എങ്കിലേ ഒന്ന് ഒരു എനർജിയോടെ നമുക്ക് തിരിച്ചു വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇക്കയും ഞങ്ങളെല്ലാവരും കുട്ടികളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ. അത് ഞാൻ പറയാൻ കുറേ പ്രാവശ്യം വിട്ടുപോയ കാര്യമാണ്. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹിബ, അങ്ങനെ ഹിബാനെയും വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു റോപ്പിൽ ഇങ്ങനെ വാക്ക് ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ അതിൽ നടക്കാനൊക്കെ. പിന്നെ ഇനിയാണ് ഹയാൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ. ഹയാന്റെ സ്വഭാവമൊക്കെ ഞങ്ങളെ കാണിച്ചു തരാണ്. കുരങ്ങിന്റെ ഹിബ കൈമാറ്റ്, കുരങ്ങൻ റോപ്പിലൊന്ന് കിടക്കണോ? ഹയാൻ മതി, അത് പൊട്ടുപ്പോ.
ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ കുട്ടികളെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും ഇറങ്ങിയില്ല, പിന്നെ ഏറ്റവും അവസാനം ഞാനും ഇറങ്ങി. അത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ അത് സംഭവങ്ങൾ. പിന്നെ അതിന് ശേഷം എല്ലാവരും കുളിച്ച് നമ്മൾ ഡിന്നർ കഴിക്കാനും വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഡെസേർട്ടും കാര്യങ്ങളും പിന്നെ നല്ല സൂപ്പും ഫുഡും. വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഇച്ചുലു ബേബീൻ്റെ പാട്ടാണ് ഈ കേൾക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ കിടക്കാൻ പോയിട്ട് പിന്നെ സെക്കൻഡ് ഡേ ബാക്കിയുള്ള ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതേ പറക്കാട്ടിന് മാത്രം സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നിങ്ങളെ പോലെ തന്നെ ഞാനിപ്പോഴൊക്കെ ആദ്യമായിട്ട് ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. എന്താണ് അത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ കേവ് റൂം, അതായത് ഗുഹൻ്റെ ഉള്ളിൽ നമ്മൾ താമസം എങ്ങനെ ഉണ്ടാവും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന അടിപൊളിയൊരു സംഭവത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഞാൻ കാണുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അതായത് ഇതിൽ വന്നിട്ട് ഒറിജിനൽ പാറ തന്നെയാണ് 90%. ബാക്കി ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണാൻ രസമുണ്ടോ കുട്ടി? ഫാൻ ഓഫ് ചെയ്യുമോ? ഇത് ഒറിജിനലാ, പക്ഷെ ഒറിജിനൽ പോലെ ഇതിലില്ലേ. ഈ റൂമിനകത്ത് വന്നു ഞാൻ AC ഇട്ടിട്ടുണ്ടോ എന്നാണ് നോക്കിയത്. കാരണം എന്താ വെച്ചാൽ ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ AC ഓഫാണ്. ആ പാറന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു തണുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ ഫാൻ ഇട്ട സമയത്ത്. ഇതാണല്ലേ ഹോളും ബെഡ്റൂമും ഒക്കെ തന്നെ തോന്നുന്നു. ഇതേ ബെഡ് ഹണിമൂൺ സൂട്ട് പോലെയാണോ? പൈസ ഉള്ളത് ഇതിൽ കൂടെ ഒരു ബാൽക്കണി. ഇതൊക്കെ ബാൽക്കണി. ഇതില് ഈ ലൈറ്റും കൂടെ ഉള്ള ഗ്രീൻ ആയിരുന്നു അധികം. ഈ കളർ കിട്ടട്ടെ. ജക്കൂസിയാണോ? കൊണ്ടുള്ള ടോയ്ലറ്റ്. ഇതിലിരുന്ന് എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഗുണം വേണോ? ഇത് പറക്കാട്ടിൻ്റെ ഒരു പുതിയൊരു റൂമാണ്. ട്രീ ഹൗസ് അങ്ങനെ ഒരു ഇതിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല ഹൈറ്റിലായിരുന്നു. അപ്പോൾ അതും നമ്മൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആ ഒരു കിളികളുടെ സൗണ്ടും ആ ഒരു ആംബിയൻസും എല്ലാം ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ ഓണർ ഉണ്ടായിരുന്നു. അങ്ങനെ ഓണറിൻ്റെ വണ്ടിയിൽ നമ്മളെ കുറച്ചും കൂടെ താഴേക്ക് ട്രക്കിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യലായിട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ട് വേണ്ടി വരും. നിങ്ങളൊക്കെ സമ്മതിക്കണം. അമ്മച്ചേ സീറ്റ് ബെൽറ്റ് കിട്ടും. വേറെ അവരുടെ സീറ്റിൽ വയ്ക്കും. അയ്യോ എന്തൊരു പത്തനാണ്. വീഡിയോയിൽ അറിയില്ലട്ടാ. വണ്ടിയിൽ ഇറങ്ങിയ ശേഷം ട്രെയിൻ തള്ളല്ലേ. ഇത് നമുക്ക് നേരെ അങ്ങോട്ട് പോണ പോലെ ഉണ്ട്. വണ്ടി ഇരിക്കുമ്പോൾ കാണുന്നില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ തിരിച്ചു പോകാം മക്കളെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒട്ടിയിരിക്കണേ. ഹയാന് ഇഷ്ടം കേട്ടോ കണ്ടാല്. ഇല്ലില്ല. അതിൻ്റെ ഉള്ളിൽ എന്താ ആന ഇറങ്ങോ? ചീറ്റയോ? ചെറിയൊരു പൂച്ചപ്പുലി പോലത്തെ പന്നി ഉണ്ടാവും. ഓ കാട്ടുപന്നി വന്ന് കുത്തോ? ചിലപ്പോ പറയാൻ അതെന്തിനാ സൗണ്ട് കേൾക്കണേ? വെളിച്ചമുണ്ടാവും. വേണ്ട വെളിച്ചം വേണ്ട. ഇല്ല വെളിച്ചം വേണ്ട. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനും ഇക്കയും എല്ലാവരും കൂടെ പിന്നെ ദേ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഹയാൻകുട്ടിയൊക്കെ നന്നായിട്ട് ഡൈവ് ചെയ്ത്
കളിക്കുന്നുണ്ട് കേട്ടോ. ഇക്ക പിന്നെ കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കുകയാണ് എന്ന രീതിക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം അവിടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുള്ള 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ കഴിക്കാൻ പോയില്ല. കഴിക്കാൻ റൂമിലേക്ക് അന്ന് ബൊഫെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ റൂമിൽ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിക്കാണ് കേട്ടോ ചെയ്തത്. ഇവർ പിന്നെ സ്വിമ്മിംഗ് പൂളിലുള്ള ഓട്ട മത്സരം, നീന്തൽ മത്സരം എന്നൊക്കെ അറിയാം ശരിക്കും പറഞ്ഞത്. ഇപ്പം എല്ലാവരും കൂടെ നീന്തല്ല ഓടാണ്. അതായിരുന്നു കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേത്തെ ഫുഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, രാത്രി റൂമിലേക്കാണ് ഓർഡർ ചെയ്തത്. ഇതിൽ ചില സംഭവങ്ങളൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചിക്കനിലുള്ളതൊക്കെ. പക്ഷേ ഒന്നും എല്ലാവർക്കും കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അതിൻ്റെ തലേ ദിവസമാണ് നമ്മുടെ ബർത്ത്ഡേൻ്റെ സർപ്രൈസ് ആയിട്ട് അവർ മുകളിൽ ഒരുക്കി തന്നിട്ട് നമ്മൾ വീഡിയോ കണ്ടില്ല, അതൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോഴേക്കും വയ്യാതെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തർക്ക്. പിന്നെ പിറ്റേ ദിവസം ഈ ദിവസമാണ് നമ്മളിവിടെ നിന്ന് വോട്ട് ഉണ്ടായിരുന്നില്ലേ, എലക്ഷൻ ഉണ്ടായിരുന്നില്ല, ആ ദിവസമാണ് കേട്ടോ നമ്മൾ തിരിച്ചു വന്നത്. വോട്ടിടാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം കട്ട് ചെയ്തിട്ട് പാലക്കാടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പ്ലേ ഏരിയയും അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് അവിടെ ഉണ്ട്. ഫാമിലിയോടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ മൂന്നാറിലെ പറക്കാട്ട് റിസോർട്ട്. പിന്നെ അവിടെ സ്പെഷ്യലായിട്ട് കണ്ടത് അവരുടെ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളില്ലേ, അതിൻ്റെ ഒരു ജ്വല്ലറിയും കൂടെ അവിടെ ഫ്രണ്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമിലിയോട് ഇതുപോലെ നല്ല യാത്രയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റിസോർട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പറക്കാട്ട് ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും, ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.